അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൗഹീദും ശിർക്കും അതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ലോക മുസ്ലിങ്ങളിലെ ബഹുഭൂരിഭാഗം പേർക്കും പാരമ്പര്യമായി തന്നെ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയാണ് എല്ലാവരും നിർവഹിച്ച് പോരുന്നത്. അപൂർവം എന്നുവെച്ചാൽ അറബിയിൽ അന്നാദിറു കൽ മഹ്ദൂമി എന്ന് പറയുന്ന ചൊല്ലുണ്ട്. അതായത് അപൂർവമായിട്ട് ഉണ്ടാകുന്നത് ഇല്ലാത്തത് പോലെയാണ്. അപ്പോൾ വളരെ കുറച്ചാളുകൾ ഇതിന് വിരുദ്ധം ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഏർവാടി പോയാൽ അവിടെ ഇങ്ങനെ ഓരോ കബറിൻ്റെ അടുത്ത് ഓരോരുത്തർ വീണ് കിടക്കുന്നുണ്ടാവും. അല്ല അജ്മീറിൽ പോയാൽ അവിടെ ഇങ്ങനെ ഓരോ മക്കാമിൻ്റെ അടുത്ത് ഉള്ളിൽ പോയിട്ട് സുജൂദ് കിടക്കും ഓരോരുത്തർ. അത് അവർക്ക് മതപരമായ വിവരമില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ അവിടെയുള്ള അതിൻ്റെ മഹല്ലോ അല്ലെങ്കിൽ അവിടെയുള്ള ഉസ്താദുമാരോ ബാക്കി ആരും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നത് കൊണ്ടൊന്നും അല്ല. അവർക്ക് മക്കാമിനെ പറ്റിയിട്ട് വിവരമില്ല. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ അജ്മീറിലും ഏർവാടിയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം മറ്റു മതസ്ഥരായ ഹിന്ദുക്കളും അതുപോലെ തന്നെ മറ്റു മതക്കാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ വന്ന് വീണ് കിടക്കുന്നുണ്ടാവും. അതൊന്നും നമുക്ക് ചാത്തപ്പൻ എന്ത് മായ്ശറ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ശിർക്കാണോ, ഹിന്ദുക്കൾ ചെയ്യുന്ന ശിർക്കല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതലായി ഇറങ്ങി ചെല്ലുന്നുമില്ല. അപ്പോൾ ഈ ശിർക്ക് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും വെളിപ്പെടുത്തലാണ്. ഏത് രൂപത്തിൽ വെളിപ്പെടുത്തണം? ഒരു വ്യക്തി അത് ജീവിച്ചിരിക്കുന്ന ആളായാലും വേണ്ടിയില്ല, മരിച്ച ആളായാലും വേണ്ടിയില്ല, അയാൾ ദൈവമാണെന്നോ അയാൾ ദൈവത്തിൻ്റെ മകനാണെന്നോ ദൈവത്തിൻ്റെ പിതാവാണെന്നോ ഏറ്റവും ചുരുങ്ങി അയാൾക്ക് ദിവ്യത്വമെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾക്ക് അങ്ങേയറ്റത്തെ താഴ്മ പ്രകടിപ്പിക്കുമ്പോഴാണ് എന്താകുന്നത്? ശിർക്ക് വരുന്നുള്ളൂ. അല്ലാണ്ട് വെറുതെ ഉമ്മ എനിക്ക് ചോറ് തരണോ എന്നൊരാൾ പറയുമ്പോഴത്തേക്ക് കേൾക്കുമ്പോഴത്തേക്ക് ആരാടാ ഭക്ഷണം തരുന്ന ആളാരാ? അള്ളാഹു ഖൈറുർ റാസിഖീൻ. അള്ളാഹുവോണ് ഭക്ഷണം കൊടുക്കുന്നവൻ. ആ ഭക്ഷണം മാറ്റി വെച്ചിട്ട് നീ ഉമ്മാനെ വിളിച്ചു നീ മുശ്രിക്കാൻ. ഇങ്ങനെ മുശ്രിക്കാക്കലാണ് ഈ ഖവാരിജിയാക്കളും അവർക്ക് ശേഷം വന്ന വഹാബികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യം എടുത്താലും വേഗം വളച്ചു പിടിക്കാൻ ഇതുപോലെ സൗകര്യമുള്ള കാര്യം വേറെ ഒന്നുമില്ല. ചെറിയൊരു പോയിന്റിൽ അങ്ങ് വളച്ചു കൂട്ടിയാൽ മതി. എന്നുവെച്ചാൽ ഒരു വാചകം അവരങ്ങ് ചേർത്ത് കൊടുത്തു. അഭൗതികമായ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാളെ വിളിക്കുക എന്ന് വെച്ചാൽ കാണാത്ത ഒരാളോട് നമ്മൾ സഹായം അഭ്യർത്ഥിച്ചാൽ ശിർക്കാണ്, മുശ്രിക്കാവും. ഇങ്ങനെയാണ് ഇവർ ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നത്. അതായത് ഒരു വീട്ടിൻ്റെ ജനലിൽ കർട്ടനൊക്കെ ഇട്ടീന്, അപ്പോൾ പുറത്ത് ഭാഗമൊന്നും കാണൂല. അപ്പോൾ ആ വീട്ടിൽ നോക്കുമ്പോൾ ആ വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ നോക്കുമ്പോൾ ഒരു പാമ്പ്. അന്നേരം പെണ്ണുങ്ങൾ വിളിച്ചറക്കുക, ഓടി വരീ എന്നിത് പാമ്പ് കടിക്കുന്നു. അപ്പോൾ പെണ്ണുങ്ങൾ ആരും പുറത്തുനിന്ന് കാണുന്നില്ല. പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാ ഈ ഒച്ച കേട്ടിട്ട് ആരെങ്കിലും വരണമെന്നാ. മുജാഹിദുകളുടെ ഭാഷയിൽ അല്ലെ വഹാബികളുടെ ഭാഷയിൽ അതും ശിർക്ക. കാരണം അദൃശ്യമായ ഭാഗത്തുനിന്ന് സഹായം തേടി അല്ലേ. അപ്പോൾ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും എന്ത് ചെയ്യുക? ശിർക്ക് ചാർത്തി കൊടുക്കുക, ചാപ്പ അടിച്ചു കൊടുക്കുക. അപ്പം ബാക്കി എല്ലാവരും മുസ്ലിങ്ങൾ എന്ത് ചെയ്യുമോ? മുശ്രിക്കീങ്ങളായി മാറും ഇവരെ കാഴ്ചപ്പാടിൽ. അങ്ങനെ കാഴ്ചപ്പാടിൽ വന്നാലോ ഇവർക്കോനെ കൊല്ല. അങ്ങനെ കൊന്നാലോ മോൻ്റെ സ്വത്ത് മുതലല്ലേ കിട്ടും. അങ്ങനെയാണല്ലോ ഇപ്പോൾ സൗദീൻ്റെ അടുത്ത് രാജഭരണം നിൽക്കുന്നത്. കിങ് സൗദിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ഇത് കിട്ടാൻ കാരണം ഇങ്ങനത്തെ അവകാശം ഉണ്ടാക്കിയിട്ടാണ്. അവിടെ മുമ്പ് ഭരിച്ചിരുന്നവരൊക്കെ ഈ അവരുടെ രക്തം ഹലാലാണ്,
അവർ മുശ്രിക്കീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ഈ തൗഹീദിനങ്ങ് വളച്ചൊടിച്ചു. വലിയ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ ഫാസിസ്റ്റ് ശക്തികൾ രാജ്യദ്രോഹത്തിന് സ്കെയിലിട്ട് തരും. എന്നുവെച്ചാൽ UAPA രാജ്യദ്രോഹം എന്നൊക്കെ അതിന് സ്കെയിലുണ്ടാക്കുക അവരാ. അതിന് തൂക്കേണ്ട മാനദണ്ഡം അവരാന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഏത് കാര്യം എടുത്തു നോക്കിയാലും. പണ്ട് ഈ നബിദിനൊക്കെ നടത്തുന്ന സമയത്ത് ഇവർ പറയാനും മുസ്ലിങ്ങൾ അല്ല സുന്നികൾ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, റസൂലിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്, അതായത് യാ സയ്യിദി സനദീ എന്നൊരാൾ റസൂലുള്ളാഹിനെ വിളിച്ചു എന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ യാ റബ്ബി സല്ലി അലൻ നബിയ്യി മുഹമ്മദീ മുൻജിൽ ഖലായിക് മിൻ ജഹന്നമ ഫീ ഗദീ എന്ന് വിളിച്ചു. അല്ലെങ്കിൽ യാ ഖൈറ മൻ ദുഫിനത് ഫിൽ കാഇ അഅ്ലമുഹു ഫത്വാബ മിൻ തിബിഹിന്നൽ കാഉ വല്ലകമു എന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? എന്നാൽ അവിടെ എങ്ങനെയാ ശിർക്ക് വരുന്നത്? കാരണം ഈ റസൂലുള്ളാഹിനെ പറ്റിയിട്ട് ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരും എന്ത് കഴിക്കുന്ന ആൾക്കാരും റസൂലുള്ള അള്ളാഹു ആണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? റസൂലുള്ള അള്ളാഹിൻ്റെ മോനാണെന്ന് പറയുന്നുണ്ടോ? റസൂലുള്ള അള്ളാഹിൻ്റെ പിതാവാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്താ പറയുന്നത്? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിക്ക് ഏതെങ്കിലും ഇലാഹിയത്ത് അനുവദിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഏതെങ്കിലും സിഫത്തുകൾ, ദാത്ത്, സിഫാത്ത്, അഫ്വാലി എന്തെങ്കിലും റസൂലുള്ളാഹിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരമമായ വണക്കം ആരെങ്കിലും നടത്തുന്നുണ്ടോ? ശരിയാ. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ മദീനയിലുള്ള റൗള ഷരീഫ് പോയിട്ട് ഒരാൾ അവിടെ അങ്ങ് സുജൂദിൽ കിടക്കുക എന്ന് വിചാരിച്ചോ? തടയണം. ശിർക്കാന്ന് സംശയമില്ല. അതിലൊരു സംശയമില്ല. അതേസമയം ഒരാൾ പറയാൻ ഖുദ്ബിയദി കല്ലത്ത ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാഹ്, റസൂലേ ഖുദ്ബിയദി എൻ്റെ കൈ പിടിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റസൂലുള്ള ഓടി വന്നിട്ട് റസൂലുള്ള പടച്ചോനാന്ന്, റസൂലുള്ള കൈ പിടിക്കുന്നൊന്നും അയാൾക്ക് അറിയാം, പിടിക്കൂലാണ്. അതിൻ്റെ അർത്ഥം എന്താ? മാർഗദർശനം തരണം, എനിക്ക് വഴി കാണിക്കണം. കല്ലത്ത ഹീലത്തി, എൻ്റെ സൂത്രങ്ങൾ, എൻ്റെ ഐഡിയകൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അറിയാം. എന്നാൽ ഇപ്പോൾ മൊയ്തീൻ വിളിക്കുന്നവർ യാ സയ്യിദി സനദി ഔസി വയാ മദദി കുല്ലി വഹീറനൽ അഅ്ദാഇ ബിൽ മുദദി മുജീറ ഇർവി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി എന്ന് ബൈത്ത് കേട്ടിട്ടില്ലേ? ഇവിടെ ആരെങ്കിലും മൊയ്തീൻ തങ്ങൾ ഒരാൾ വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? പറയുന്നെന്നാ യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊരാൾ വിളിച്ച്. ഈ വിളിക്കുന്നവനെ ആരെങ്കിലും മൊയ്തീൻ തങ്ങൾ അള്ളാഹുവാണ്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ മകനാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ദിവ്യത്വമുണ്ട്, ദൈവത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും എന്ന് ഏതെങ്കിലും സുന്നി മൊയ്ലാർമാരായിക്കോട്ടെ, നാടന്മാരായിക്കോട്ടെ, പഠിച്ചവനായിക്കോട്ടെ, പഠിക്കാത്തവനായിക്കോട്ടെ, അങ്ങനെ വിശ്വസിച്ചു കൊണ്ട് മൊയ്തീൻ വേണ്ടിയിട്ട് നിസ്കരിച്ചാൽ ശിർക്കാണ്, സംശയമില്ല. പക്ഷെ ഇവിടെ തലകുനിക്കുന്നുണ്ടോ? സുജൂദ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും പിന്നെ മദ്ഹ് പറയാൻ
ഏ മദ്ഹ് പറയുന്നത് അത് പണ്ട് കാലം മുതലേ മുജാഹിദികൾ കൈവശം പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ പറയാം. ഒരാളെ പറ്റി നല്ല പറയലും അയാളെ ആരാധിക്കലും രണ്ടും രണ്ടാണ്. ഇപ്പം നമുക്കറിയാം സിനിമാ നടൻ മമ്മൂട്ടീനെ പറ്റിയിട്ട് മുല്ലാർമാർ എന്ത് ചെയ്യും, വയത് പറയുന്നവർ പണ്ടൊക്കെ പറയും നസീർ സീമ കുതിരവട്ടം പപ്പു എന്നൊക്കെ തുടങ്ങുന്ന പൈസയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സിനിമ നടന്മാരൊക്കെ ഭയങ്കര തെറ്റാന്ന്, ഹറാമായ ആൾക്കാരാണ് തിരിച്ചു മറിച്ച്. പക്ഷെ മമ്മൂട്ടീനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തും ഓരോരുത്തർ. മൂപ്പരെ സൗന്ദര്യം, മൂപ്പരെ സിനിമയിലുള്ള അഭിനയത്തിൻ്റെ പാടവം, ഇതൊക്കെ പുകഴ്ത്തും. മമ്മൂട്ടി വരുമ്പോൾ എണീച്ച് നിൽക്കും. അപ്പം അതിനൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ താരാരാധന എന്ന് പറയും. പക്ഷെ ആ ആരാധന ഇസ്ലാമിൽ ആരാധനയാകുന്നില്ല. കാരണം മമ്മൂട്ടി ദൈവമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ മകനാണെന്നോ പിതാവാണെന്നോ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദിവ്യത്വം ഉണ്ടെന്നോ എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ മൊയ്തീൻ തങ്ങൾ മൊയ്തീൻ തങ്ങൾക്കും ദിവ്യത്വം ഉണ്ടെന്നോ ദൈവമാണെന്നല്ല വിശ്വസിക്കുന്നത്. എന്താ, മുപ്പര് കുത്തുബുൽ അക്താബാണ്, ആ കാലഘട്ടത്തെ നിയന്ത്രിച്ച സൂഫി വര്യനാണ്, ഭയങ്കര ഇൽമിൻ്റെ ബഹിറാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പണ്ഡിതനായിരുന്നു. ആ രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നല്ലാതെ മൊയ്തീൻ തങ്ങളെ ആരും അദ്ദേഹം ദൈവമാണെന്നോ ദൈവത്തിൻ്റെ മകനാണെന്നോ വിശ്വസിച്ചുകൊണ്ട്, അത് വിശ്വസിച്ചാൽ മാത്രം പോയല്ല, വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണോ, അങ്ങേയറ്റത്തെ എളിമയും താഴ്മയും പ്രകടിപ്പിക്കണം. അതാരും ചെയ്യുന്നില്ല. പിന്നെ ബദരീങ്ങളെ കാര്യം, ബദരീങ്ങൾ ആണ്ട് നടത്തിയാൽ ശിർക്കാണെന്ന് ഇവർ പറയുന്നത്. അതെങ്ങനെയാ, അതെവിടെയാണ് പറഞ്ഞത്? ആരെ ബദരീങ്ങളെ പറ്റിയിട്ട് ബദരീങ്ങൾ അള്ളയാണെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടോ? അല്ലെങ്കിൽ അള്ളാൻ്റെ പിതാവോ മകനോ ആണെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ലെങ്കിൽ ബദരീങ്ങൾക്ക് ദിവ്യത്വം ഉണ്ടെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. ബദരീങ്ങളെ ബഹുമാനിക്കണം. ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ആര് കൊടുത്തിട്ടുണ്ട്? അള്ളയും കൊടുത്തിട്ടുണ്ട്, അള്ളാൻ്റെ റസൂലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മളും ബഹുമാനിക്കണം. ഈ പറഞ്ഞ ബഹുമാനിക്കേണ്ടവരാ. അവർക്ക് അള്ളാഹു കൊടുത്ത ബഹുമാനാണ്. കാരണം എന്താ, ബദരീങ്ങളെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ തന്നെ ഏമരും ആശിയെത്തും, ഇങ്ങക്ക് തോന്നിയെല്ലാം ചെയ്തോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ബദരീങ്ങളോട്. ബദർ യുദ്ധം കഴിഞ്ഞ ശേഷം ഖുർആൻ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കാം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.